നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരുത്തന് പോലും ഇവിടെ പെണ്ണ് കിട്ടാനില്ല. ഇവിടെ പെണ്ണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് കച്ചവടക്കാരന്, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ജാമ്യത്തിൽ ഇറങ്ങിയ കൊലക്കേസ് പ്രതിക്ക്, പിന്നെ കള്ളന് കഞ്ഞി വെച്ചവന്, അതുപോലെ തന്നെ പീഡന കേസിലെ പ്രതിക്ക്, ഇവർക്കൊക്കെ എവിടെ നിന്നാണെന്ന് അറിയില്ല. ഇവർക്കൊക്കെ നല്ല തറവാട്ടിന്ന് നല്ല പെണ്ണുങ്ങളെയും കിട്ടുന്നുണ്ട് കല്യാണം കഴിക്കാൻ എന്നുള്ളതാണ്. വേറെ ഇവിടെ നരച്ച് പൊളിച്ച് നിന്ന് കഴിഞ്ഞാൽ ശരി, ഒരു കൂലിപ്പണിക്കാരനോ ഇല്ലെങ്കിൽ കുടുംബം നോക്കാൻ കഴിയുന്നവനോ അതുപോലെ പ്രവാസിക്കോ ഇവരൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും പെണ്ണ് കൊടുക്കത്തുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. അതായത് ഇന്നലെ തൃശ്ശൂരിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു കൊലക്കേസിൽ പ്രതിയാണ് അയാളുടെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് കുഴിച്ചു മൂടിയ ഒരു കേസിൽ പ്രതിയാണ് അയാൾ. ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് തൃശ്ശൂരിൽ വന്നിട്ട് കല്യാണം കഴിച്ചത്. അതെങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഈ മൊബൈൽ വഴി തന്നെ എല്ലാ കാര്യങ്ങളും. അതായത് മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവൻ വരെ അതിൻ്റെ അകത്ത് നമ്മൾ അർപ്പിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ മൊബൈൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നലെ അമ്മയും മകളും കൊല്ലപ്പെട്ടത്. അങ്ങനെ ഈ സ്ത്രീ മൊബൈലിലൂടെ അവനെ പരിചയപ്പെടുന്നു. അവൻ ആരാണ് എന്താണെന്ന് അറിഞ്ഞിട്ടാണോ ഇനി അറിയാതെയാണോ എന്നറിയില്ല. ചിലപ്പോൾ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ പറയും, അത് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്, എൻ്റെ ഭാര്യ ഞാൻ കൊലപ്പെടുത്തി പോയതാണ് എന്നൊക്കെ പറയും. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഈ സ്ത്രീയെ വന്ന് കല്യാണം കഴിക്കുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ സ്ത്രീയെയും സംശയമാകുകയാണ്. അതായത് അവൻ ആദ്യം തന്നെ പിന്നെ അവൻ്റെ ഭാര്യയെ കൊന്നത് സഹപാഠിയെ സ്വന്തമാക്കാനാണ്. അപ്പോൾ അവൻ തന്നെയാണ് വന്നിട്ട് ഇപ്പോൾ ഈ സ്ത്രീയെ കല്യാണം കഴിച്ചതിന് ശേഷം പറയുന്നത് ഇവൻ്റെ സംശയം കൊണ്ടാണ് കൊലപ്പെടുത്തിയത്. അതായത് ഈ സ്ത്രീയുടെ മേലെ ഇവരുടെ ആൺസുഹൃത്തുക്കളുടെയും ഈ സ്ത്രീയുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴും പിന്നെ പറയുന്നത് വാർത്തയിൽ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകൾക്ക് പെണ്ണ് കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല. അതാണ് എന്തെങ്കിലും ക്രിമിനൽ കേസുകളിൽ പെട്ട് ജയിലിൽ പോയവനായാലും അല്ലെങ്കിൽ ഈ പീഡന കേസിൽ പോയവനായാലും ഇങ്ങനെയുള്ള ടീമുകൾക്കൊക്കെ ഇഷ്ടംപോലെ പെണ്ണ് കിട്ടാനുണ്ട്. ഞാൻ ഇന്നൊരു അമ്മയുടെ ഒരു സങ്കടം കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകൻ ഒരു കൂലിപ്പണിക്കാരനാണ്. ആ കൂലിപ്പണിക്കാരന് വേണ്ടിയിട്ട് കുടിയില്ല, വലിയില്ല, വായ്നോട്ടം അവനില്ല. പക്ഷേ ആ കൂലിപ്പണിക്കാരന് വേണ്ടിയിട്ട് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് അവൻ അലിയാത്ത സ്ഥലങ്ങളില്ല. ഇപ്പോൾ ഏകദേശം 35 വയസ്സായിട്ടും അവന് പെണ്ണ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ അവർക്ക് കൊടുത്ത മറുപടി, നിങ്ങൾ കേരളത്തിൽ നോക്കണ്ട, നിങ്ങൾ വല്ല കൊടകിലോ ഇല്ലെങ്കിൽ വേറെ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും പോയിട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. കാരണം കേരളത്തിലെ അഹങ്കാരികളുടെ നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളെന്ന് പറഞ്ഞ അഹങ്കാരങ്ങളാണ്. എല്ലാവർക്കും ഇവിടെ അഹങ്കാരമാണ്. കാരണം എല്ലാവർക്കും ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവനും ചോദിക്കുന്നത് ഗവൺമെൻറ് ജോലിയാണ്. ഗവൺമെൻറ് ജോലി ഇല്ലെങ്കിൽ പിന്നെ അവന് പെണ്ണില്ല. ഇതാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും ചോദിക്കുന്നത് ഗവൺമെൻറ് ജോലി തന്നെയാണ്. ഇനി ഗവൺമെൻറ് ജോലി ഇല്ലെങ്കിലും ഉടായ്പകളാണെങ്കിൽ അതായാലും മതി. എന്തെങ്കിലും ഒരു കേസിൽ പെട്ട് ജയിലിൽ പോയവനായാലോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കേസിൽ പെട്ടാലും മതി. അങ്ങനെയല്ലേ ഇപ്പോൾ ഇവൻ ഈ പ്രേംകുമാർ എന്ന് പറയുന്നവൻ അങ്ങനെയല്ലേ കല്യാണം കഴിച്ചത്. അവനിനി രണ്ടാമത്തെ കല്യാണമാണെങ്കിലും മൂന്നാമത്തെ കല്യാണമാണെങ്കിലും അതുപോലെ ആ സ്ത്രീ ആണെങ്കിൽ രണ്ടാമത്തെ കല്യാണമാണോന്ന് അറിയില്ല. അവർക്ക് 40-41 വയസ്സുണ്ട്. ഏതായാലും അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഒന്നായത് ഈ സൗഹൃദം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ഏത് തരക്കാരനാണ്, ഇവൻ എന്താണ് എന്നൊന്നും ഇവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതും കള്ളത്തരം തന്നെയാണ്. അതായത് ഇവൻ്റെ വീട്ടുകാർ ഒരു ദിവസമെങ്കിലും ഇവരുമായിട്ട് ബന്ധപ്പെടൂലേ? അത് ഈ സ്ത്രീയോട് പറയില്ലേ? ഏതെങ്കിലും ഒരു ദിവസം പറയില്ലേ, നിൻ്റെ ഭർത്താവ് ശരിയല്ലേ, നിൻ്റെ ഭർത്താവ് ഇങ്ങനെയുള്ളവനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക്, ചില സ്ത്രീകൾക്ക് ഇങ്ങനെയാണ്. ഈ ജയിലിൽ പോകുന്നവനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹീറോ പരിവേഷമാണ്. നീ ഒന്നും ആണല്ലടാ, പോയി അവനെ കണ്ടു പഠിക്ക്, ജയിൽ ആണുങ്ങൾക്കുള്ളതാണ് എന്നുള്ള ഡയലോഗാണല്ലോ നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളത്. ഇതൊന്നുമല്ല എൻ്റെ മക്കളെ. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും വേണമെങ്കിൽ നല്ലൊരുത്തനെ കല്യാണം കഴിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെ വെച്ച് വിളിക്കുകയാണെങ്കിൽ ഇതുപോലെ കിടക്കേണ്ടി വരും, ചീഞ്ഞഴിഞ്ഞ് പുഴുത്ത നാറിയിട്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. മരിച്ചതുപോലെ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല. ദുർഗന്ധം വന്നു കഴിഞ്ഞതിൻ്റെ ഇപ്പം അന്ന് നാട്ടുകാർ പോയി നോക്കുന്നത്. അപ്പോഴാണ് ക്രൂരമായി കൊല്ലപ്പെട്ട വാർത്ത ഇതറിയുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ അതായത് ഈ പോലീസുകാരോടായാലും ഇവരോടൊക്കെയാണ്. ഈ ജാമ്യത്തിൽ ഇറക്കുന്ന പ്രതികൾ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകം ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം, ഓൻ ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, അതുപോലെ അവനെ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണ്. ഇവിടെ കുറച്ച് നാൾ മുമ്പ് ചെന്താമര എന്ന് പറയുന്നവൻ അവൻ കൂളായിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഈ വാഴക്കൊല വെട്ടുന്നവരെ 3-4 വെട്ടിയിട്ട് വീണ്ടും ജയിലിലേക്ക് തന്നെ പോയി. അതാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതായത് ഒന്ന് കൊലപ്പെടുത്തി അവൻ പിന്നെ ജാമ്യത്തിൽ ഇറങ്ങി പിന്നെ വന്നിട്ട് എല്ലാവരെയും വെട്ടുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ അച്ഛനെയും അമ്മയെയും ഭാര്യയെയും വെട്ടിയിട്ട് ഒരു ചങ്ങായി ഇതുപോലെ ജാമ്യത്തിൽ ഇറങ്ങിയവനാണ്. അങ്ങനെ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇവന്മാർ ഇത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം
കാര്യം ഇവർ തിരിച്ചറിയാൻ കഴിയില്ല. അതായത് ഇവർ ഏതവനാണ് ഇവൻ ആരാണ്. കാരണം ഇവരൊക്കെ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ മുഖം മൂടിയിട്ടിട്ടാണ് നമ്മുടെ മുന്നിലൂടെ പോകുന്നത്. അതുകൊണ്ട് ഇവരെ തീരെ തിരിച്ചറിയാൻ കഴിയില്ല. അതും ഒരു വലിയൊരു പരാജയം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ആൾക്കാരെ വളരെയധികം സൂക്ഷിക്കണം. ഇപ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സൈക്കോ ആണ്. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റിപ്പറായിട്ട് വേണം ഇവനെയൊക്കെ കണക്ക് കൂട്ടാൻ. കാരണം ഇവൻ തരം കിട്ടിക്കഴിഞ്ഞാൽ ഇനി വേറെ എവിടെയെങ്കിലും ഇവൻ കൊല്ലാൻ പ്ലാൻ ഉണ്ടോയെന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരുത്തൻ തന്നെയാണ്. ഇപ്പോഴേതായാലും അവന് ഇതുവരെ പിടികൂടിയിട്ടില്ല. ഇനി പിടികൂടിയാലെങ്കിലും ഞാൻ പറയുകയാണ് നിങ്ങളോട്, അതായത് അവൻ ഇനി ഈ 2 കാലം ഉപയോഗിച്ച് എവിടെയും നടക്കാത്ത തരത്തിലാക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഗുണം തന്നെയാണ്. പക്ഷെ അതാവില്ലാട്ടാ, അപ്പോഴേക്ക് ഇവിടെ വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അഫാൻ എന്ന് പറയുന്ന ഒരു നാറി ജയിലിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാൻ നോക്കി. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലധികാരികൾ കൊട്ടേഷൻ കൊടുത്താണ്, അഫാന് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ നോക്കി. എന്തൊരു കണ്ണീരായിരുന്നു അഫാൻ. ഭയങ്കരം കണ്ണീരായിരുന്നു. എന്നാൽ നേരെ മറിച്ച് ഒരു 5 ആൾക്കാർ മരിച്ചപ്പോൾ ഈ ഒരു കണ്ണീരൊന്നും കണ്ടിട്ടില്ല. അഫാൻ എന്തിനാണത് ചെയ്തതെന്ന് അന്വേഷിക്കാൻ എല്ലാവരും പോയത്. അല്ലാതെ ഒരാൾ പോലും അവൻ അങ്ങനെ വേണം എന്ന് ചിന്തിക്കാൻ ആളില്ല എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കണ്ണീരും പ്രളയവുമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ആലോചിച്ച് നല്ല രീതിയിൽ നോക്കിയിട്ട് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ആ 74 വയസ്സുള്ള ഒരു സ്ത്രീയും അതായത് അവരുടെ മകളായ 41 വയസ്സുകാരിയും 2 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതാണ് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്. ഇന്ന് വന്ന ആ വാർത്തയുടെ കമൻറ്റ് ബോക്സിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഇതാണ്, ഞാൻ 5 കൊല്ലമായി ഒരു പെണ്ണിന് വേണ്ടി ശ്രമിക്കുന്നു, ഞാൻ 10 കൊല്ലമായിട്ട് എനിക്ക് 35 വയസ്സായി, എനിക്ക് 30 വയസ്സായി, എനിക്ക് പെണ്ണില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇതുപോലെയുള്ള ഉടായ്പകൾക്ക് പെണ്ണുണ്ട്, അതുപോലെ വെട്ടിക്കൊല്ലുന്നവന് പെണ്ണുണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ ഒളിച്ചോടുന്നവന് പെണ്ണുണ്ട്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 2-3 പെണ്ണ് കിട്ടുന്നുണ്ട്. മര്യാദയ്ക്ക് മാനം മര്യാദയായിട്ട് ജോലി ചെയ്യുന്ന ഒരുത്തന് പോലും ഇവിടെ പെണ്ണ് കിട്ടാനില്ല. ഇതെന്തൊരു അവസ്ഥയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മലയാളികളുടെ വിവരക്കേട് തന്നെയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞൊരു അമ്മേൻ്റെ കേസില്ലേ, അമ്മയോട് അതാണ് ഞാൻ പറഞ്ഞത്, അമ്മേ മലയാളികളെടുക്കാൻ നോക്കണ്ട, നിങ്ങൾ പോയിക്കോ കൊടകിലേക്കോ എവിടെയെങ്കിലും, അവിടെയൊക്കെ നല്ല പെൺപിള്ളേരുണ്ട്. അതായത് ഇവരൊന്ന് ഈ ഇവിടെയുള്ള മലയാളി അഹങ്കാരികളായ ഈ തന്തമാർക്കും തള്ളമാർക്കും ജനിച്ച പെണ്ണുങ്ങളെ നോക്കി നിൽക്കണ്ട. കാരണം അതൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ മൂത്ത നരച്ച് പിന്നീട് ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്, എന്താ വെച്ചാൽ നല്ലത് 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 നല്ലത്, സ്വഭാവം നോക്കുന്നില്ല, അല്ലെങ്കിൽ വേറെയൊന്നും നോക്കുന്നില്ല, ഇവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്നും നോക്കുന്നില്ല, അതൊന്നും നോക്കുന്നില്ല. എന്തെങ്കിലും ഒരു ജോലി ഉണ്ട്, അത് തന്നെ ശരണം. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സുഹൃത്ത് ഒരു കല്യാണം പിന്നെ ഒരു പെണ്ണ് കാണാൻ പോയതാണ്. അയാൾക്ക് അങ്ങനെയെന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ കൊടുക്കുന്നില്ല. കാരണം അയാളൊരു ഡ്രൈവറാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണിനെ കഴിച്ചാൽ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. ആ പെൺകുട്ടിക്ക് ഇന്ന് 10-18 വർഷമായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു സമാധാനത്തോട് കൂടിയിട്ട് ആ പെണ്ണ് അവിടെ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ, പൈസയിലായിട്ടല്ല. അതായത് ഇവൻ രാവിലെ മുതൽ താമരയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോയിക്ക് വന്നു കഴിഞ്ഞാൽ തുടങ്ങും. അതുപോലെ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് 2 പെഗ് അടിച്ചിട്ടേ പോവുള്ളൂ. അങ്ങനെ 10-18 വർഷമായിട്ട് കണ്ണീരും കയ്യായിട്ട് ഇരിക്കല. നേരെ മറിച്ച് ഇവനോ, ഈ ഡ്രൈവറോ, അവനാണെങ്കിൽ ഇപ്പോഴും സുഖമായിട്ട് കുടുംബം പോറ്റുന്നുണ്ട്, സന്തോഷകരമായിട്ട്. അതായത് പൈസ കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ, സന്തോഷകരമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളാരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അതായത് ഗവൺമെൻറ് ജോലിയും കാര്യങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ എന്നാലും ഇതുപോലെയുള്ള ഉടായ്പിൽ പോയി വീഴരുത്. ഇതുപോലെയുള്ള ഈ പീഡകനും അതുപോലെ തന്നെ ജയിലിൽ കിടന്നവനും ഒക്കെ ആണെങ്കിൽ അവനെയൊക്കെ അകറ്റി നിർത്തുക തന്നെ വേണം. പിന്നെ സോഷ്യൽ മീഡിയ അതിലൂടെ പരിചയപ്പെടുന്നവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ളതാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ പ്രേംകുമാറിനെ പരിചയപ്പെട്ടത് എങ്കിൽ ഈ പെൺകുട്ടി, അതായത് ഈ സ്ത്രീ തന്നെയാണ് അതിൻ്റെ അമ്മയെ കൂടി കൊല്ലിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. ആ പാവ സ്ത്രീയെ കൂടി കൊല്ലിക്കുകയാണ് ചെയ്തത്. അതായത് ഇവനൊക്കെ ഏത് തരക്കാരനാണ്, എന്താണ് ഇവനൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പോലും അറിയാതെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇവൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിക്കാതെയും കല്യാണം കഴിച്ചതിൻ്റെ അറ്റ്ലീസ്റ്റ് നാട്ടുകാരോടെങ്കിലും പോയിട്ട് ചോദിക്കണമായിരുന്നു. ഇതുപോലൊരു പ്രേംകുമാർ എന്ന് പറയുന്ന ഒരുത്തൻ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്, അതെങ്ങനെയാണ് അവൻ്റെ സ്വഭാവം, അല്ലാതെ അവനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ തന്നെ കല്യാണം കഴിപ്പിച്ചങ്ങ് വിട്ടു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിക്കുക. ഇതൊരു വലിയൊരു ചതിക്കുഴി തന്നെയാണ്. ഇപ്പോഴും ഈ തൃശ്ശൂരുള്ളൊരു സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. അതായത് മിന്നുന്നതെല്ലാം പൊന്നല്ല, നല്ല വലിയ വീടും കാര്യങ്ങളും കാറും ഒക്കെ ഉണ്ടാവും ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ. പക്ഷേ അതൊന്നും ഇവൻ്റെ സ്വന്തമാകണമെന്നില്ല. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ പല പ്ലാനിങ്ങോടും കൂടിയിട്ട് വരുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്ക്, 4 ആൾ അറിയട്ടെ. അതുപോലെ തന്നെ ലൈക്ക് അത് മറന്നുകൊണ്ട. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കമൻറ്റ്, എല്ലാവരുടെയും വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.